ഇരട്ടയാറിൽ സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും അറിയാതെ എയ്ഡഡ് സ്കൂളിലേക്കും മാറ്റിയതായി പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെയാണ് 6ാം ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായി മാറ്റിയത്. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടേതാണ് അനുമതി ഇല്ലാതെയുള്ള നടപടി. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാപകമായ ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നതായുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും കുട്ടികളെ എയ്ഡഡ് സ്കൂളിലേക്ക് മാറ്റിയുള്ള കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഈ നടപടി. 1800-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. തിങ്കളാഴ്ചയാണ് ഇത്തവണ 6ാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ സ്കൂളിലുണ്ടായിരുന്ന 5 കുട്ടികളെ ശനി ഞായർ ദിവസങ്ങളിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച കുട്ടികളെ കാണാതായതോടെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ വിവരങ്ങളുള്ള സമ്പൂർണ്ണ പോർട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. 3 കുട്ടികൾ 5ാം ക്ലാസ്സിലും 2 പേർ 8ാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ്. ഈ കുട്ടികൾ ടി.സിക്കായി സ്കൂളിൽ അപേക്ഷ നൽകിയിരുന്നില്ല. സമ്പൂർണ്ണ പോർട്ടൽ വഴി കുട്ടികൾക്ക് ടി.സി അനുവദിക്കാൻ കഴിയുന്നത് പ്രധാന അധ്യാപകർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനുമാണ്. കുട്ടികളുടെ വിവരങ്ങൾ നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഓൺലൈനായി ടി.സിക്ക് അപേക്ഷ നൽകി തിരിമറി നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ വിവരങ്ങൾ നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഓൺലൈനായി ടി.സിക്ക് അപേക്ഷ നൽകി തിരിമറി നടത്തിയിരിക്കുകയാണ്. മറ്റൊരു കുട്ടിയുടെ അപേക്ഷ രക്ഷകർത്താക്കൾ അറിയാതെ ഓൺലൈനായി എത്തിയെങ്കിലും സ്കൂൾ മാറാൻ താൽപ്പര്യമില്ലെന്ന് ഇവർ എഴുതി നൽകുകയും ചെയ്തു. അനുമതിയില്ലാതെ കുട്ടികളെ സ്കൂൾ മാറ്റിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകെ ടോട്ടലി 5 കുട്ടികളുടെ ഇവിടുത്തെ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് വന്നല്ലെന്ന് കണ്ടെത്തിക്കൊണ്ട് ഞാൻ ഒരു അന്വേഷണം നടത്തി. ഞാൻ DEOയെ വിളിച്ചു. അപ്പൊ DEO പറഞ്ഞു സെക്ഷൻ ക്ലർക്കിനെ വിളിക്കുക എന്ന് പറഞ്ഞു. സെക്ഷൻ ക്ലർക്കിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ടി.സിക്ക് ആപ്ലിക്കേഷൻ തന്നതിന് ശേഷം ടി.സി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പേരൻസ് അവിടെ പരാതിയുമായിട്ട് ചെന്നു. അപ്പൊ അവിടുന്ന് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ തന്നിരുന്നില്ല, തന്നതെല്ലാം ജെനുവിനായിട്ട് കൊടുത്തിരുന്നു. ഇനി അഥവാ ഇങ്ങനെ ആഫീസിൽ നിന്ന് അറിയിച്ച പ്രകാരം ഒരു പരാതി ഇവിടെ ചെന്നാലും ഇവിടെ കൺസേൺഡ് ഹെഡ് മിസ്ട്രസിനെ വിളിച്ച് എന്താണ് ടി.സി കൊടുക്കുന്നതിന് തടസ്സമെന്നൊരു എൻക്വയറി പോലും നടത്താതെ DEO ഓഫീസിൽ നിന്ന് എടുത്ത നിലപാട് തികച്ചും തെറ്റായ ഒരു നിലപാടാണ്. അപ്പൊ ടി.സി കൊടുക്കുന്നത് ഇവിടുത്തെ DEO ഓഫീസുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഏതോ സ്കൂളുകളിൽ ഡിവിഷൻ ഫോൾട്ട് വരുന്നതിന്റെ ഭാഗമായി അവിടെ DEO ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് എടുത്തൊരു നിലപാടാണ്. അവിടെ ടോജി എന്ന് പറയുന്ന ഒരു സൂപ്രണ്ടന്റ് അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഏതോ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. അവിടെ ഡിവിഷൻ കുറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ചെറിയൊരു നീക്കം നടത്തിയെന്ന് പറയുന്നു. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം തുടങ്ങിയതായും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മണികണ്ഠൻ പറഞ്ഞു. സംഭവത്തിൽ പരിഹാരം ഉണ്ടാകാത്ത പക്ഷം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് ഉപരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് രക്ഷകർത്താക്കൾ. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡെസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, പഠനോപകരണങ്ങൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സുകൾ, കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ്, പ്രിന്റിംഗ് പേപ്പറുകൾ, പ്രസ് മെറ്റീരിയൽസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന.